വിവാദമായ PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ. സ്കൂളുകൾ തെരഞ്ഞെടുക്കുന്നതിലും പാഠ്യപദ്ധതിയിലും ഇടപെടലുകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് തീരുമാനം. തുടർ നടപടികൾ തീരുമാനിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. മുൻ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് പദ്ധതിയിൽ തുടരാൻ കേരളം നിർബന്ധിതമായെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. PM ശ്രീ പദ്ധതിയിൽ നിന്ന് LDF സർക്കാർ ഫണ്ട് വാങ്ങിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാവിരുദ്ധമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് PM ശ്രീ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നടപടിക്രമവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടില്ല. PM ശ്രീ ഒരു സംസ്ഥാനം നടപ്പിലാക്കണമെങ്കിൽ 3 ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നടപ്പിലാക്കുന്ന സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കണം. അത്തരത്തിലുള്ള ഒരു 2-3 ഇനങ്ങളുണ്ടല്ലോ പത്രങ്ങളിൽ വന്നുള്ള, അത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. SSK ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു താൽക്കാലികമായ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കി. അത് CPI മുന്നണിയിൽ തർക്കമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ എഗ്രിമെന്റിൽ നിന്ന് വിഡ്രോ ചെയ്തതായിട്ടും കെപ്റ്റിൻ അബൈൻസിൽ വെക്കുന്നതായിട്ടും അത് ക്യാബിനറ്റിന്റെ തീരുമാനമാണെന്നും ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. PM ശ്രീയിൽ മന്ത്രിസഭാ ഉപസമിതി എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പ്രതികരിച്ചു. ഒരു മന്ത്രിസഭാ ഉപസമിതി വെച്ച് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഉപസമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കും. PM ശ്രീ എന്ന് പറഞ്ഞിട്ടല്ല പണം തരുന്നത്. PM ശ്രീ പദ്ധതി ഒപ്പുവെക്കാത്തത് കൊണ്ട് കേന്ദ്രം SSK ഫണ്ട് തടഞ്ഞു വെച്ചു. ഈ ഒപ്പിട്ടതിൻ്റെ 4-ാം ദിവസം SSK ഫണ്ടിൽ 93 കോടി അറൗണ്ടാണ്, 92 പോയിന്റ് സംതിങ് ആണ്, 93 കോടി രൂപ റിലീസ് ചെയ്തു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ തീരുമാനിച്ചതിലൂടെ സംസ്ഥാന സർക്കാർ BJPക്ക് കീഴടങ്ങിയിരിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ പദ്ധതി മരവിപ്പിച്ചതാണെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. VD സതീശന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒപ്പിട്ട കാര്യം, പണം വാങ്ങിയ കാര്യം ഒന്നാണ്. കളവ് പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെയായിരുന്നു നമുക്ക് മുമ്പറിയാം. ഇപ്പോഴും മുഖ്യമന്ത്രിയെയും അങ്ങനെ തന്നെ പറയുന്നു. കളവാണ് പറയുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. കളവ് പറയുകയാണ്. ഒരു നയാ പൈസ ഇതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയിട്ടില്ല. കാരണം എവിടെയാണ്, ഏത് ബ്ലോക്കിലാണ് നടപ്പിലാക്കേണ്ടത്, ഏത് സ്കൂളുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരിക എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. അത് നടപ്പിലാക്കില്ല, മരവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. R. ശ്രീത്ത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീത്ത്, കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത്, അവസാന കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദമായ ചർച്ചയായ വിഷയമാണ് ഈ PM ശ്രീ പദ്ധതി. അത് സർക്കാർ ആദ്യം ഒപ്പുവെക്കുന്നു, പിന്നീട് CPIയുടെ എതിർപ്പിനെ തുടർന്ന് പിന്നീട് കെപ്റ്റിൻ അബൈൻസ് എന്ന രീതിയിൽ, നേരത്തെ മുൻ വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ആ രീതിയിൽ തുടരുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ UDF സർക്കാർ വീണ്ടും ഏറ്റെടുക്കുന്നു, അതുമായി മുന്നോട്ട് പോകുന്നു. അപ്പോഴും ന്യായീകരണമായി പറയുന്നത് നേരത്തെയുള്ള സർക്കാർ അത് ഒപ്പിട്ടുപോയി, അതുകൊണ്ട് അത് തുടരാൻ നിർബന്ധിതമാകുന്നു എന്നതാണ്. എന്താണ് ഇതിലെ വസ്തുത? ഒപ്പം എന്താണ് ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ കൂടുതൽ കാര്യങ്ങൾ? UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എടുത്ത സമീപനത്തിൽ നിന്നുള്ള നേരെ ഉള്ള മലക്കം മറിച്ചിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ലെന്നായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും പ്രതിപക്ഷ ഉപനേതാവായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയും ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വർഷത്തിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത രാഷ്ട്രീയ വിവാദങ്ങളിലൊന്ന് PM ശ്രീ ആയിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് CPIMനെതിരെ UDF ഉയർത്തിയ പ്രധാനപ്പെട്ട ആക്ഷേപം CPM BJP ഡീൽ എന്നായിരുന്നു. ആ ഡീൽ ആരോപണത്തിന് ശക്തി പകർന്നത് 2 കാര്യങ്ങളായിരുന്നു. അതിലൊന്ന് PM ശ്രീ പദ്ധതിയും രണ്ടാമത്തേത് ലേബർ കോഡുമായി സഹകരിക്കാനുള്ള തീരുമാനവുമായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച നടപടി ചൂണ്ടിക്കാണിച്ചാണ് CPM BJP ഡീൽ എന്ന ആരോപണം UDF തിരഞ്ഞെടുപ്പ് കാലത്ത് വ്യാപകമായി ഉപയോഗിക്കുകയും അത് വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ പ്രതിഫലനമുണ്ടാക്കുകയും ചെയ്തത്. അപ്പോൾ രാഷ്ട്രീയമായി തങ്ങൾ ഏറെ ഉപയോഗിച്ച ഒരു
സമീപനത്തിൽ നിന്നാണ് അധികാരത്തിലെത്തിയപ്പോൾ UDF പിറകോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ മുൻ സർക്കാരിൻ്റെ കാലത്ത് ധാരണാപത്രത്തിൽ ഒപ്പിടുകയും SSK ഫണ്ടിനത്തിൽ 99 കോടിയോളം രൂപ കൈപ്പറ്റുകയും ചെയ്തതുകൊണ്ടാണ് ഈ പദ്ധതിയിൽ തുടരാൻ തങ്ങൾ നിർബന്ധിതമാകുന്നത് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ SSK ഫണ്ടാണ് സ്വീകരിച്ചത് എന്ന കാര്യം വസ്തുതാപരമാണ്. എന്നാൽ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട 1100 കോടിയിൽ പരം രൂപ അതുമായി ബന്ധപ്പെട്ട ഫണ്ടുകളൊന്നും സ്വീകരിച്ചിരുന്നില്ല എന്നതും വസ്തുതയാണ്. കാരണം ആ ഫണ്ട് ലഭിക്കണമെങ്കിൽ പദ്ധതിയുടെ ഭാഗമാവുകയും അതിന് പ്രകാരം ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ എന്ന കണക്കിൽ ഒരു പട്ടിക കൈമാറുകയും ആ പട്ടികയിൽ നിന്ന് സ്കൂളുകൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് പണം കൈമാറേണ്ടത്. അതാണ് അതിൻ്റെ സാങ്കേതികമായ നടപടിക്രമം. എന്നാൽ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പദ്ധതിയിൽ തുടരാനുള്ള ഒരു നിലപാടായി അത് അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എന്നത് വസ്തുതയാണ്. എന്നാൽ SSK ഫണ്ടാണ് കൈപ്പറ്റിയത് അതും വസ്തുതയാണ്. എങ്കിൽ പോലും നേരത്തെ രാഷ്ട്രീയമായി എതിർത്ത ഒരു കാര്യത്തെ ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ വാരിപ്പുണരുന്ന അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ തീരുമാനത്തിലൂടെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.